ഹായ്. ഈ വീഡിയോ ഇടുന്ന മുന്നേ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ മുന്നേ പറയാനുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഒരു ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ഒരു ജൂനിയറിനോട് ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക, ആ ഒരു രീതിയിലും ശൈലിയിലും ഭാഷയിലാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. സാധാരണ വീഡിയോസിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണുക ഫോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതായത് ഒരു സ്ട്രക്ചർ ഉണ്ടാവും അവർക്ക്. ആ ഒരു രീതിയിലാണ് പറഞ്ഞു പോവുക. പക്ഷേ ഇത് എന്ന് പറയുന്നത് എൻ്റെ മൈൻഡിൽ എന്താണോ വരുന്നത് അത് അപ്പം തന്നെ ഞാൻ ഇങ്ങനെ റോ ആയിട്ട് പറയുകയാണ്. ഒരു എഡിറ്റും ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലും ഞാൻ സ്റ്റക്കായി പോയാൽ അത് എഡിറ്റ് ചെയ്യാമെന്നല്ലാതെ വേറെ ഒരു എഡിറ്റ് ഞാൻ ഇതിൽ ചെയ്യുന്നില്ല. എൻ്റെ മൈൻഡിൽ എന്താണോ വരുന്നത്, എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ അത് അതേപോലെ ഞാൻ പറയുകയാണ്. അതിൻ്റേതായ കുറച്ച് അട്രാക്റ്റീവ്നെസ് തോന്നില്ല അതിൽ. ഓക്കെ, പിന്നെ എന്തിനാണ് ഞാനിത് ചെയ്യുന്നത് വെച്ചാൽ, ഒരുപാട് പേര് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാവും. അവരൊക്കെയാണ് ഇങ്ങനെ ഓരോ ട്രാപ്പിൽ ചെന്ന് വീഴുക. അപ്പോൾ അവർക്ക് ഒരു ഫോൾട്ട് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത്. ചിലർ എടുത്ത് ചാടിയിട്ട് ഓരോന്നും ചെയ്യുമല്ലോ, അവർക്കൊന്നും ഇങ്ങനെ പറ്റാതിരിക്കാൻ. ഇപ്പോൾ +2 കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസിലാണ് വരിക. ഒരുപാട് കുട്ടികൾ അങ്ങനെയാണ്. ചിലവർ അങ്ങനെ ഉണ്ടാവില്ല, പക്ഷേ കൂടുതൽ പേരും എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ അവർക്ക് എന്താ എടുത്ത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക അങ്ങനെ അല്ലായിരുന്നു എന്നൊക്കെ. അപ്പോൾ അത് അങ്ങനെയൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഏതൊരു കോഴ്സിനാണെങ്കിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ACC എന്ന് മാത്രമല്ല, നമ്മൾ PSCയോ UPSCയോ പിന്നെ NEET JEE ഏത് പഠിക്കുകയാണെങ്കിലും അതിൻ്റേതായ ഒരു ടഫ്നെസ് ഉണ്ട്. ഒരു ടഫ്നെസ് ഇല്ലാത്ത ഒരു കോഴ്സേ ഇല്ല ശരിക്കും. സത്യം പറഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റേതായ ഹാർഡ് വർക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കോഴ്സിന് മാത്രം ആയിട്ട് അല്ല ഞാൻ പറയണത്, എല്ലാത്തിനും അതിൻ്റേതായ ഒരു ടഫ്നെസ് ഉണ്ട്. ആ ഒരു രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണം. പിന്നെ ഞാൻ സംസാരിച്ചിങ്ങനെ വരുമ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇൻഫോർമലായിട്ട് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ സംസാരിച്ചിങ്ങനെ പോയൊരു സ്ട്രക്ചർ ഇല്ലാതെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ 10 മിനിറ്റ് വീഡിയോ ഒക്കെ കാണുമ്പോൾ അയ്യോ ഇത് 10 മിനിറ്റ് ഉണ്ടല്ലോ, ഇത് എവിടെ കാണാൻ സമയം പറഞ്ഞിട്ട് ചിലവർ ഇരുന്ന് നോക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് മുന്നത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ചിലവർ പറഞ്ഞു സ്പീഡാക്കുന്നത് അത്ര പോരാന്നുള്ളത്. അപ്പോൾ ഞാൻ ഇനി മുതൽ കുറച്ച് സ്പീഡ് കമ്മിയാക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പം സ്പീഡ് വേണമെങ്കിൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്തിട്ട് കേട്ടോളൂ കേട്ടോ. എൻ്റെ ഇപ്പോൾ 4 പേപ്പർ കഴിഞ്ഞു കേട്ടോ. 4 പേപ്പറിലും ഞാൻ പറഞ്ഞു +2 96% ആണ് കേട്ടോ എനിക്കുള്ളത്. 4 പേപ്പർ കഴിഞ്ഞു. 4 പേപ്പറിൽ എനിക്ക് ജസ്റ്റ് പാസ്സാണ്. അതായത് ഫസ്റ്റ് പേപ്പർ എഴുതിയപ്പോൾ ജസ്റ്റ് പാസ്സാണ്. 50, പിന്നെ 54, 57, 65 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് മാർക്ക് വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ 90+ ഒക്കെ വാങ്ങിക്കും. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ 50 കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമുക്കും പിന്നെ നമ്മുടെ ചുറ്റുമുള്ളവർക്കും എന്തൊക്കെയാണ് ഈ കുട്ടി ചെയ്യണമെന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാവാം. പിന്നെ ഞാനൊക്കെ നമ്മൾ MCQ ആണല്ലോ എഴുതുക. MCQവിൽ 4 ഓപ്ഷൻ ഉണ്ടാവും. 4 ഓപ്ഷനിൽ ഞാൻ അമർത്തുന്ന ഓപ്ഷനൊക്കെ തെറ്റാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് എന്തപ്പോൾ ഉണ്ടാവുന്നത്, ദൈവമേ എടുത്ത് തെറ്റായോ അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി. പിന്നെ ഇംഗ്ലീഷ് ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഒരു വലിയ ക്വസ്റ്റ്യനൊക്കെ ചിലപ്പോൾ ഒരു പേജൊക്കെ ഉണ്ടാവും. ആ പേജൊക്കെ ഇരുന്ന് വായിക്കുമ്പോഴേക്കും എന്തൊക്കെയോ ഇത് ഇത്ര തോന്നിയെന്നൊക്കെ നമുക്കൊരു ഫീലിംഗ്. നമ്മൾ +2 എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ EC PEC ആയിട്ടാണ് നമ്മൾ പഠിച്ച് വരിക. പെട്ടെന്ന് ഇങ്ങനെ ഒരു വലിയൊരു സംഭവമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാവും. പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് നമ്മൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ CA ആയാലും ACC ആയാലും CMA ആയാലും CS ആയാലും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഓരോ ഒബ്സ്റ്റാക്കിൾസ് കടന്നിട്ടാണ് നമുക്ക് ഒരു ഫൈനൽ പൊസിഷനിൽ നമ്മൾ എത്തുക. അപ്പോൾ ഈസി അല്ല ഒന്നും. ഏതൊരു കോഴ്സ് എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഡിഗ്രി മാത്രമായാലും പ്രശ്നമാണ്, ഇത് മാത്രമായാലും പ്രശ്നമാണ്, ഇത് രണ്ടും ആയാലും പ്രശ്നമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന മൊത്തത്തിൽ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ അതിൽ ഫോക്കസ് ചെയ്യുക. പിന്നെന്താ ബാക്കി ഒരു ഫൈനൽ പൊസിഷൻ ഉണ്ടല്ലോ, അത് എനിക്ക് ആ ഒരു ഫ്ലോയിലുണ്ട് എത്തിക്കോളും. ഇപ്പോഴത്തെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയാൽ അവിടേക്ക് അങ്ങോട്ട് എത്തിക്കോളും. പിന്നെ ജോലി വേണം എന്നുള്ളത് നമുക്കൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് മനസ്സിൽ വിചാരിച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഫൈൻ. ഓക്കെ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് CA പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയുന്നത്, അവരിങ്ങനെ +2 കഴിഞ്ഞിട്ട് CAക്ക് ചേർന്നതാണ്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ എക്സാംസ് അവരുടെ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ രാത്രിയൊക്കെ ഉറക്കൊഴിച്ചിരുന്ന് പഠിച്ചിട്ടാണ് എക്സാംസിനെ പ്രിപ്പയർ ചെയ്യുക. അവർക്ക് ECനെ പോലെയല്ല, ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അവർ പറയുന്നത് പഠിക്കണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. പഠിച്ചത് കോൺസെപ്റ്റൊക്കെ ഞങ്ങൾക്ക് അറിയാം, പക്ഷേ അതൊന്നുമല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ഫൗണ്ടേഷനിൽ തന്നെ അവരങ്ങനെ പറയുകയാണ്. അതും ഫുൾ കോൺസെപ്റ്റ് അറിയാനായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരു ഇത്. അപ്പോൾ എല്ലാം എവിടെ ഒരു
അപ്പോൾ ഇങ്ങനെയൊക്കെ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ അവസാനത്തെ ആ ഒരു ഇത് വാല്യുബിൾ ആണ്. സി എന്നുള്ളൊരു സംഭവം അതൊരു വാല്യൂ ഉള്ളൊരു ഇതല്ലേ. അപ്പോൾ അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഒബ്സ്റ്റാക്കിൾസ് ഉണ്ട്. ഇതിപ്പോൾ ACC ആണെങ്കിലും ശരി, CA ആണെങ്കിലും ശരി. പിന്നെ ACCയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് കുറേ കാശ് പോവും, അതിൻ്റെ ഒരു ടെൻഷനും കൂടി നമുക്കുണ്ടാവും. അപ്പോൾ കാശ് അങ്ങനെ എടുക്കാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പിന്നെ ബാക്കിയുള്ളവർക്ക് ഒരു മെൻ്റലി ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുക. കാശിൻ്റെ പൈസ എക്സാം തോറ്റാൽ വീണ്ടും നമ്മൾ ബുക്ക് ചെയ്ത് എഴുതണമല്ലോ, അപ്പോൾ അതിന് പൈസ വേണം, അപ്പോൾ വീട്ടുകാരെ അതിന് ഡിപ്പെൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ഇത് തോന്നുന്നത്. പക്ഷെ നിങ്ങൾ മാത്രമല്ല അങ്ങനെ ചെയ്യണത് എന്നുള്ളത് ഒരു ഓർമ്മ വരിക. ഒരുപാട് പേരുണ്ട്, ഞാൻ പറഞ്ഞില്ലേ 100 പേര് എഴുതിയാൽ 20 പേരാണ് ജയിക്കുള്ളൂ. ബാക്കിയുള്ളവർ ഇങ്ങനെ എന്താ ഒരു ലക്ഷ്യത്തിലെത്താതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതായത് ഇപ്പോൾ അവർക്ക് ഇപ്പോൾ ACC ജയിക്കാൻ പറ്റിച്ചാൽ നമുക്കും പറ്റും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലൊക്കെ മുന്നോട്ട് പോവാം. ഞാൻ F2 ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എനിക്ക് നല്ല ഈസി ആയിട്ട് തോന്നി. അതായത് പഠിക്കാൻ ഈസി ആയിട്ട് തോന്നി. ഇപ്പോൾ ക്ലാസ് തുടങ്ങുമ്പോഴൊക്കെ സാർ പറഞ്ഞത് കുറച്ച് ടഫാണ്, ചിലർക്ക് ബുദ്ധിമുട്ടായി തോന്നാമെന്നൊക്കെ. പക്ഷെ എനിക്ക് പഠിക്കുമ്പോൾ അത് ഈസി ആയിട്ട് തോന്നി. പിന്നെ സാറ് ഒരു നല്ല സാറായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആയി ഞാൻ ആ സമയത്ത് ആ പേപ്പർ പഠിക്കുമ്പോൾ. ഭയങ്കര മോട്ടിവേഷൻ. ഞാൻ പിന്നെ അപ്പോൾ തന്നെ പഠിച്ചു പോയി ഓരോ കിറ്റ്, അതായത് BPP കപ്ലാൻ പറഞ്ഞിട്ടൊരു റിവിഷൻ കിറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അപ്പോൾ തന്നെ ചെയ്തു പോയി, എല്ലാം പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഒരുപാട് ഒരു മാസം 1.5 മാസം കറക്റ്റ് പഠിച്ചു പോയി. എന്നിട്ട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. എനിക്ക് ഈസി ആയിട്ടാണ് തോന്നി, നല്ല മാർക്ക് വാങ്ങാൻ പറ്റും എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ മാർക്ക് വന്നപ്പോൾ 54 അപ്പോൾ അത് ഭയങ്കര ഒരു ഇതായി. അയ്യോ, ഇത്രയും പഠിച്ചിട്ട് എന്താ 54, അങ്ങനെയൊക്കെ ഒരു ഇതായി. അപ്പോൾ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓപ്ഷൻസിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം വിചാരിച്ചോ, നമുക്കൊരു ഉത്തരം കിട്ടി. ആ ഒരു ഉത്തരം ഓപ്ഷൻസിലുണ്ടെങ്കിൽ നമ്മളത് പോയിട്ട് അമർത്തും. ചിലപ്പോൾ അത് ശരിയാവണമെന്നേ ഇല്ല, നമ്മൾ വേറെ വല്ല മെത്തേഡിലൂടെ നമുക്കത് കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെ കുറേ പഠിച്ചിട്ട് ഇത്ര കിട്ടിയുള്ളൂ എന്ന് വന്നപ്പോൾ ഭയങ്കര ഡീമോട്ടിവേറ്റ് ആയി ഞാൻ. പിന്നെ അടുത്തത് ബിസിനസ് ആൻഡ് ടെക്നോളജി BT F1 ആണ് ഞാൻ പഠിക്കുന്നത്. ആ പേപ്പറിൽ ഇരുന്നപ്പോൾ എനിക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ലെത്താർജിക് ഫീലായി, ഒരു ലേസി പോലെയായി. എന്താ പറയുക, എന്തിനപ്പോൾ ഇത് ഭയങ്കര ഒരു മോട്ടിവേറ്റഡ് മൈൻഡല്ല. മോട്ടിവേറ്റഡ് മൈൻഡ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി എനർജറ്റിക് മൈൻഡും ആയിരിക്കും, നമ്മൾ ഫോക്കസ് ആയിട്ടിരിക്കും. പക്ഷെ ഇതങ്ങനെ ആയപ്പോൾ, അതായത് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഡോണ്ട് എക്സ്പെക്റ്റ് എനിത്തിങ്. എന്നിട്ട് BT ഒന്ന് ട്രാക്കിലാവാൻ കുറച്ച് സമയം എടുത്തു. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, പാസ് ഓർ ഫെയിൽ എന്ത് വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. ഇതിപ്പോൾ നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നമ്മുടെ സറൗണ്ടിങ്സ് മൊത്തം. എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നതും നമ്മുടെ പെർസ്പെക്റ്റീവ്സും എല്ലാം നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ്സിനോടൊപ്പം മെൻ്റൽ ഫിറ്റ്നസ്സും കൂടി നോക്കുക. നമ്മൾ മെൻ്റലി ഓക്കെ ആണെങ്കിൽ ഫിസിക്കലി ഓക്കെ ആവും. ചില കാര്യങ്ങളാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുണ്ടാവുള്ളൂ, ചില ഫിസിക്കൽ പെയിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അത് നമ്മൾ മെൻ്റലി നമ്മൾ ഓക്കെ ആവും. 2-3 ദിവസങ്ങളോ 2-3 മണിക്കൂർ മാത്രമാണ് ഈ വേദന നിലനിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി കണ്ടാൽ കുറേ കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായിട്ട് വരും. അതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. പിന്നെ മെൻറ്റാലിറ്റി ഈസ് എവറിത്തിങ്. സോ ഷാർപ്പൻ യുവർ മൈൻഡ് ഗൈസ്. പിന്നെന്താ പറയുക, ഇപ്പം തന്നെ അത് ഒരുപാട് ലോങ് ആയി. ഇനി ബാക്കി ഞാൻ വിട്ടുപോയ ടോപ്പിക്സൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഇത് ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നത് എന്ന് പറഞ്ഞാൽ ഫോൺ എനിക്ക് അവൈലബിൾ ആയിട്ടില്ല. അതായത് ഒരുപാട് നേരമൊന്നും ഫോൺ കിട്ടില്ല, 2 മണിക്കൂറൊക്കെ കിട്ടുള്ളൂ. പക്ഷേ വീഡിയോ എടുക്കാൻ നമുക്ക് അതിനേക്കാളും കൂടുതൽ സമയം ആവശ്യമാണ്. പിന്നെ ഇതൊരു 2018-ലോ 2019-ലോ ഞാൻ വാങ്ങിയ ഫോണാണ്. ഇപ്പോഴും ഇത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കുറച്ച് ലേറ്റ് ആവും. പിന്നെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ഇടുന്നത് ലാപ്ടോപ്പിലാണ്. ഓൺലൈൻ ക്ലാസ്സസാണ് ഞാൻ ചൂസ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിൽ പെട്ടോന്ന് എനിക്കറിയില്ല. ഓൺലൈൻ ക്ലാസ്സസാണ്, അതിനാണ് ഞാൻ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ സ്കിൽ ലെവൽ എത്തുമ്പോൾ നമുക്ക് ലാപ്പ് ആവശ്യമുണ്ട്. ലാപ്പിലാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം.
അപ്പോൾ അത് ആ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ ലാപ്ടോപ്പ് വാങ്ങിയത്. ചില വീഡിയോസ് ഞാൻ ലാപ്ടോപ്പിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ചെയ്യാറ്, അല്ലാത്ത ഈ ഫേസ് റെക്കോർഡ് ചെയ്യാറുണ്ട്. നമ്മൾ ഫേസ് റെക്കോർഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും, നമ്മൾ ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനും അങ്ങനെ ഒരു ചെറിയൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. ഞാനൊരു കാര്യം പറഞ്ഞാൽ, നമുക്ക് എല്ലാവരുടെ കയ്യിലും ഫോൺ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫോൺ ക്യാമറ വെച്ചിട്ട് നമ്മൾ എന്നും എന്തെങ്കിലുമൊക്കെ ആരുടെ അടുത്തെങ്കിലും പറയണ പോലെ ചെയ്ത് നോക്കാം, നമുക്ക് കോൺഫിഡൻസ് തന്നെ വന്നോളും. അത് ചെയ്ത് നോക്കൂ. എങ്ങനെയൊക്കെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് വേറെ വീഡിയോ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ഞാൻ കേട്ടത്, നമ്മൾ ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ സ്വയം മോട്ടിവേറ്റ് ആവുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ വിചാരിക്കുമോ എൻ്റെ ലൈഫിൽ എല്ലാം ഓക്കെയാണ്, അങ്ങനെയൊന്നുമല്ല. ഞാനൊക്കെ വെറും തോൽവിയാണ്. ഇങ്ങനെ ഞാൻ ഒന്നിങ്ങനെ ഡീമോട്ടിവേറ്റ് ആയി, പിന്നെയും മോട്ടിവേറ്റ്, പിന്നെയും ഡീമോട്ടിവേറ്റ്, അങ്ങനെ ഇങ്ങനെ പോണ ഒരാളാണ്, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ. അപ്പോൾ എല്ലാവരുടെയും ലൈഫ് നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ സെറ്റാണെന്ന് വിചാരിച്ചിരിക്കരുത്. അങ്ങനെ വിചാരിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ മെൻ്റലി ഡിപ്രസ്ഡ് ആവുകയൊക്കെ. അപ്പോൾ ശരി.